ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇന്ന് ന്യൂസ് പേപ്പർ ഹിന്ദു ഉള്ള ദിവസമല്ല, ഇന്ന് ഹിന്ദു അവധിയാണ്. അതുകൊണ്ട് നമുക്ക് വീക്കിലി റൗണ്ട് അപ്പ് നടത്താം. ജാനുവരിയിലെ സെക്കൻഡ് വീക്ക്, അതായത് 8 തൊട്ട് 15 വരെയുള്ള വീക്കിന്റെ റൗണ്ട് അപ്പ് ആണ്. അപ്പോ ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററിന്റെ പേര്, ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതിയാണ്. പ്രസാർ ഭാരതിയുടെ അണ്ടറിൽ ആണ് പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും ഒക്കെ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി. ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇനാഗുറേറ്റഡ് ഇൻ കേരള. കേരളത്തില് 1,80,000 സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റി കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഇനാഗുറേറ്റ് ചെയ്തു, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെറ്റപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കേരളത്തിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. കേരളത്തിന്റെ ഗവർണർ എല്ലാവർക്കും അറിയാം, പി സദാശിവം ആണ്. കേരളത്തിന്റെ ഗവർണർ പി സദാശിവം. ജെം എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് എന്നാണ്. ഗവൺമെന്റിന് ഒരു ഇ കൊമേഴ്സ് സ്ഥാപനമുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കുള്ള ഇ കൊമേഴ്സ് സ്ഥാപനമാണ് ജെം. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്. ആക്ച്വലി അതുവഴി പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ തന്നെ ഒരുപാട് പർച്ചേസസ് ഒക്കെ പല ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും ആണ് മെയിൻലി ഇത് ആദ്യം ഡെവലപ്പ് ചെയ്തത്, ഈ ജെം എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഇപ്പോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു, ഉമനിയ, WOMANIA, ഉമനിയ ഓൺ ജെം ഇനിഷ്യേറ്റീവ്. എന്ന് വെച്ചാൽ നമ്മളെ വിമൻ ഓൺടർപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലെ അവരുണ്ടാക്കുന്ന മറ്റ് സാധനങ്ങളെല്ലാം ഈ ജെം എന്ന് പറയുന്ന ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് വഴി അവർക്ക് സെല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് സെൻട്രൽ ഗവൺമെന്റ്. ഈ ജെമ്മിന്റെ സിഇഒ ആണ് ഗവൺമെന്റ്. ഈ മാർക്കറ്റ് പ്ലേസിന്റെ സിഇഒ ആണ് ഗവൺമെന്റിന്റെ ഈ മാർക്കറ്റ് പ്ലേസിന്റെ സിഇഒ ആണ് എസ് രാധാ ചൗഹാൻ. മാസിഡോണിയ ലോകത്തില് അറിയപ്പെടുന്ന ലോകത്തിലെ രാജ്യമാണ്, ഒരു കൺട്രിയാണ് മാസിഡോണിയ. അതുപോലെ ഗ്രീസിലെ ഒരു സ്ഥലത്തിന്റെ പേര് മാസിഡോണിയ എന്നാണ്. മാസിഡോണിയ എന്ന് പറഞ്ഞ ഒരു കൺട്രി ഉണ്ട്, മാസിഡോണിയ എന്ന് പറഞ്ഞ ഗ്രീസിലെ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീസും ഈ മാസിഡോണിയയും തമ്മിൽ വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഈ പേര് ആ രാജ്യം യൂസ് ചെയ്യാൻ പാടില്ല, മാസിഡോണിയ എന്ന് പറഞ്ഞ സ്ഥലം പണ്ടേ ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഗ്രീസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഗ്രീസുമായിട്ട് പ്രോബ്ലം ഉണ്ടായി. അതുകൊണ്ട് മാസിഡോണിയ ഇപ്പം അവരുടെ പേര് മാറ്റി ദ റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ മാസിഡോണിയ എന്നാക്കി. അപ്പൊ മാസിഡോണിയയുടെ പുതിയ നെയിം ദ റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ മാസിഡോണിയ, MACDONIA. മാസിഡോണിയയുടെ പ്രൈം മിനിസ്റ്റർ സൊറാൻ സയേവ്, ZORAN-ZAEV. ക്യാപിറ്റൽ സ്കോപ്ജെ, SKOPJE, സ്കോപ്ജെ. കറൻസി മാസിഡോണിയൻ ദിനാർ ആണ് കറൻസി. ICICI ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ, CEO സന്ദീപ് ബക്ഷി. ഇന്ത്യൻ ആർമി ഡേ 15th ജാനുവരിയാണ് ഇന്ത്യയിലെ ആർമി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആർമിയുടെ ചീഫ് ബിപിൻ റാവത്ത് ആണ്, ഇന്ത്യൻ ആർമിയുടെ ചീഫ് ബിപിൻ റാവത്ത്. അതുപോലെ പിന്നീട് ഫീൽഡ്സ് മെഡൽ എന്ന് പറയുന്ന ഒരു അവാർഡുണ്ട്. ഫീൽഡ്സ് മെഡൽ മാത്തമാറ്റിക്സിലെ നോബൽ പ്രൈസിന് ഈക്വലന്റ് ആയിട്ടുള്ള അവാർഡാണ് ഫീൽഡ്സ് മെഡൽ. മാത്തമാറ്റിക്സിൽ നോബൽ പ്രൈസ് ഇല്ല, അതുകൊണ്ട് നോബൽ പ്രൈസ് ഇല്ല. അപ്പൊ മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ അവാർഡാണ് ഫീൽഡ്സ് മെഡൽ എന്നറിയപ്പെടുന്നത്. ഫീൽഡ്സ് മെഡൽ. അതുപോലെ 124th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി, അല്ലെങ്കിൽ 124th അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള 10% ജനറൽ കാറ്റഗറി ആൾക്കാർക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയ കാര്യം പലതവണ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇത് ഇന്ത്യയിൽ നിയമമായി കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ ഗുജറാത്തായി ആദ്യത്തെ സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് 10% കോട്ട. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ഒരു സ്റ്റേറ്റിൽ ആദ്യമായി 10% റിസർവേഷൻ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റായി ഗുജറാത്ത് മാറി. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ വിജയ് രൂപാണിയാണ്. ഗുജറാത്തിന്റെ ഗവർണർ OP Kohli, KOHLI, OP Kohli.
പിന്നെ GST റവന്യൂ ഷോർട്ട് ഫോൾ, സ്റ്റേറ്റുകൾ ഫേസ് ചെയ്യുന്ന GST റവന്യൂ ഷോർട്ട് ഫോൾ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ GST ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഉണ്ടായ റവന്യൂ ഷോർട്ട് ഫോൾ സ്റ്റേറ്റുകൾ ഫേസ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ ഈ ഷോർട്ട് ഫോൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നീട് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സുശീൽ മോഡി കമ്മിറ്റി. സുശീൽ മോഡി കമ്മിറ്റി. വൺ ഫാമിലി വൺ ജോബ് സ്കീം ഇന്ത്യയിൽ നടപ്പാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് സിക്കിം ആണ്. സിക്കിം എന്ന് പറഞ്ഞ സ്റ്റേറ്റില് ഇനി മുതൽ അവിടുത്തെ ഓരോ ഫാമിലിയിലും ഒരു ഗവൺമെന്റ് എംപ്ലോയി എങ്കിലും കാണും. ഓരോ ഫാമിലിയിലും ഒരു ഗവൺമെന്റ് ജോബെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കും. അത് അങ്ങനെ ഒരു സ്കീം സിക്കിമിൽ സ്റ്റാർട്ട് ചെയ്തു. സിക്കിം എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക് ആണ്. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ പവൻ കുമാർ ചാംലിംഗ് ആണ്. ഇന്ത്യയിലെ ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ പവൻ കുമാർ ചാംലിംഗ് ആണ്. എന്തുകൊണ്ടാണ് ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ എന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കുടുംബത്തിലും ഒരാൾക്ക് ഗവൺമെന്റ് ജോബ്, നമ്മളൊക്കെ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് മരിച്ച് പഠിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് ജോബ് എൻഷുർ ചെയ്യാണ് ഗവൺമെന്റ്. അത്തരത്തിലുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണത്. സിക്കിമിന്റെ ഗവർണർ ഗംഗാ പ്രസാദ് ആണ്. ഗംഗാ പ്രസാദ്. നാഷണൽ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ 2019 എന്നുള്ള പേരിൽ ന്യൂഡൽഹിയിൽ വെച്ചിപ്പോ ഒരു പരിപാടി ഇന്ത്യയുടെ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി നടപ്പാക്കി. നാഷണൽ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ 2019 ഡൽഹിയിലാണ് നടന്നത്. സംഘടിപ്പിച്ചത് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. 2+2 ഡയലോഗ് എന്നുള്ള പേരിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് മീറ്റിംഗ് നടത്തിയെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിട്ടാണ്. 2+2 ഡയലോഗ് ഇന്ത്യ ആരുമായിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സുശീല ദേവി ലിറ്ററേച്ചർ അവാർഡ്. സുശീല ദേവി ലിറ്ററേച്ചർ അവാർഡ് കിട്ടിയ നമിത ഗോഖലെക്കാണ്. അവരുടെ നോവൽ തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ നോവലിനാണ്. തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ നോവലിന് സുശീല ദേവി എന്ന് പറയുന്ന നമിത ഗോഖലെ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് സുശീല ദേവി ലിറ്ററേച്ചർ അവാർഡ് കിട്ടി. സുശീല ദേവി ലിറ്ററേച്ചർ അവാർഡ്. ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ്. ഫസ്റ്റ് എവർ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ്. ഒരു ഇന്റർനാഷണൽ അവാർഡാണ് ഫിലിപ്പ് കോട്ട്ലർ KOTLER കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ്. അതിന്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. The Prime Minister Sri Narendra Modi received the first ever Philip Kotler Presidential Award in New Delhi. അത് അറിഞ്ഞിരിക്കുക. പിന്നീട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കഴിഞ്ഞു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചാണ് നടന്നതെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതായിരുന്നു പഠിച്ചു വെച്ചേക്കണം, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്കാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത്. ജൂനിയർ വേൾഡ് ഗോൾഫ് ടൈറ്റിൽ വിൻ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് കാർത്തിക് സിംഗ്. 8 വയസ്സുകാരനായ കാർത്തിക് സിംഗ് ബിക്കംസ് യങ്ങസ്റ്റ് ഇന്ത്യൻ ടു വിൻ ജൂനിയർ ഗോൾഫ് വേൾഡ് ടൈറ്റിൽ. കിഡ്സ് ഗോൾഫ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ PBL വിൻ ചെയ്തു, പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ്. അത് ബാംഗ്ലൂരു റാപ്റ്റേഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബംഗളൂരു റാപ്റ്റേഴ്സ് PBL പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ് വിൻ ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ 2022 നടക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ചന്ദ്രയാൻ 2 ഈ വർഷം നടക്കും. നമ്മളുടെ മാൻഡ് സ്പേസ് മിഷന് ഗഗൻയാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗഗൻയാൻ. ഉസ്ബെക്കിസ്ഥാൻ ക്യാപിറ്റൽ താഷ്കന്റ് ആണ്. കറൻസി സോം. SOM സോം ആണ് ഉസ്ബെക്കിസ്ഥാന്റെ കറൻസി. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കന്റ്. TASHKENT. പിന്നെ ഇത് പറഞ്ഞ കാര്യമാണ് യെസ് ബാങ്ക് അതിന്റെ പുതിയ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ബ്രഹ്മദത്തിനെ അപ്പോയിന്റ് ചെയ്തു. ബ്രഹ്മദത്ത് BRAHMDUTT ബ്രഹ്മദത്ത്. യെസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. CEO റാണ കപൂർ ആണ്. ഇന്ത്യയിലെ ഫോർത്ത് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ നോളജ് അനുസരിച്ച് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ICICI, സെക്കൻഡ് HDFC, തേർഡ് ആക്സിസ്. അതിന് മൂന്നിനും ആർക്കും ഒരു ഡൗട്ടും വേണ്ട. ഫോർത്ത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെന്നാണ് എന്റെ വിശ്വാസം. ഇതിൽ യെസ് ബാങ്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. യെസ് ബാങ്ക് ആവാൻ യാതൊരു ചാൻസും ഇല്ല. കോട്ടക് മഹീന്ദ്ര ആവാനാണ് ചാൻസ്. പിന്നീട് തായ്വാന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സായ് ഇങ് വെൻ. TSAI സായ് ഇങ് ING ഇങ് വെൻ WN.
തൈവാന്റെ പ്രൈം മിനിസ്റ്റർ സു സെങ് ചാങ് സു സെങ് ചാങ് ആണ് തൈവാന്റെ പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് സായി വെൻ. തൈവാന്റെ ക്യാപിറ്റൽ തൈപേയി ആണ്. തൈപേയി, TAIPEI. കറൻസി ഡോളർ. പിന്നെ ജാനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിരുന്നു. എല്ലാവർക്കും അറിയാം നാഷണൽ യൂത്ത് ഡേ ആണ് ജാനുവരി 12 അന്ന്. അത് ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് ജാനുവരി 12. അത് ഇന്ത്യയിൽ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ GST രജിസ്ട്രേഷൻ ത്രഷോൾഡ് ലിമിറ്റ് 40 lakhsലേക്ക് ഇൻക്രീസ് ചെയ്ത കാര്യവും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ റൗണ്ട് അപ്പ് ആണ് ഞാനെല്ലാം ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ GST രജിസ്ട്രേഷൻ ത്രഷോൾഡ് ഇത്രയും കാലം 20 lakhs ആയിരുന്നു. 20 lakhsൽ കൂടുതൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ അത് 40 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് GST കൌൺസിലാണ്. GST ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പോളിസി ഡിസിഷൻസ് എടുക്കാനുള്ള അവകാശം GST കൌൺസിലാണ്. ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. EIU, ക്യാപിറ്റൽ EIU, ഡെമോക്രസി ഇൻഡെക്സ് 2018. EIU ഡെമോക്രസി ഇൻഡെക്സ് 2018 വേൾഡിലെ നമ്പർ 1 നോർവേയും സെക്കൻഡ് ഐസ്ലൻഡുമാണ്. ഇന്ത്യ 41ാം സ്ഥാനത്താണ്. ഡെമോക്രസി ഇൻഡെക്സ് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ജനാധിപത്യം എത്രത്തോളം മികച്ചതാണ് എന്നുള്ള റാങ്കിംഗ് ആണ് EIU ഡെമോക്രസി ഇൻഡെക്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഉണ്ട്. അത് ഈ വർഷം 2018 എന്നുള്ള പേരിൽ കഴിഞ്ഞ വർഷത്തെ റാങ്കിംഗ് പുറത്തിറങ്ങി. 1ാം സ്ഥാനത്ത് നോർവേ, ഇന്ത്യ 41ാമത് സ്ഥാനത്താണ്. പിന്നീട് അടുത്തായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലോങ്സ്റ്റ് സിംഗിൾ ലൈൻ സ്റ്റീൽ കേബിൾ ബ്രിഡ്ജ് അരുണാചൽ പ്രദേശിൽ ഓപ്പൺ ചെയ്തു. ഇന്ത്യയിലെ ലോങ്സ്റ്റ് സിംഗിൾ ലൈൻ സ്റ്റീൽ കേബിൾ ബ്രിഡ്ജ് ഓപ്പൺഡ് ഇൻ അരുണാചൽ പ്രദേശ്. 300 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. അതൊരു സ്റ്റീൽ കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് പേമ ഖണ്ഡു എന്നാണ്. പേമ ഖണ്ഡു, KHANDU. ബ്രിഡ്ജിന്റെ പേര് ബെവറോങ് ബ്രിഡ്ജ് എന്നാണ്. BYORUNG ബെവറോങ് ബ്രിഡ്ജ്. അരുണാചൽ പ്രദേശിന്റെ ഗവർണർ ബ്രിഗേഡിയർ BD മിശ്രയാണ്. ബ്രിഗേഡിയർ BD മിശ്ര. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ. വെനിസ്വേലയുടെ പ്രസിഡന്റായി നിക്കോളാസ് മഡൂരോ വീണ്ടും സ്ഥാനമേറ്റു. നിക്കോളാസ് മഡൂരോ, MADURO, വെനിസ്വേലയുടെ പ്രസിഡന്റ്. ക്യാപിറ്റൽ കരാക്കസ്, CARACAS, കരാക്കസ്. കറൻസി ബൊളിവർ, BOLIVAR, ബൊളിവർ. ഇന്ത്യയുടെ ചീഫ് ഡി മിഷൻ എന്നാണ് അതിനെ പറയുന്നത്. ചീഫ് ഡി മിഷൻ. ഇന്ത്യയുടെ ടോക്കിയോ ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ മിഷന്റെ ചീഫായിട്ട് ബീരേന്ദ്ര പ്രസാദ് ബൈശ്യെ അപ്പോയിന്റ് ചെയ്തു. 2020 അടുത്ത വർഷമാണ് ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ മിഷന്റെ ചീഫായിട്ട് ബീരേന്ദ്ര പ്രസാദ് ബൈശ്യ, BAISHYA അപ്പോയിന്റ് ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ മെൻസ് ഹോക്കി ടീമിന്റെ കോച്ച് സ്ഥാനത്ത് ഹരേന്ദ്ര സിംഗിനെ പുറത്താക്കിയത് ഞാൻ പറഞ്ഞായിരുന്നു. ഹരേന്ദ്ര സിംഗ്. മേരി കോം വേൾഡ് നമ്പർ 1 ആയി 48 kg വിമൻ ബോക്സിംഗിൽ. 48 kg 48 kg വിമൻ ബോക്സിംഗിൽ AIBA ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ലേറ്റസ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് നമ്മളുടെ മേരി കോമാണ് പിന്നീട് വേൾഡ് നമ്പർ 1. മേരി കോം. മഹാരാഷ്ട്രയുടെ ഗവർണർ വിദ്യാസാഗർ റാവു. ആൻഡമാൻ ടു ബി ഫസ്റ്റ് ഐലൻഡ് ടു ഓപ്പറേറ്റ് സീപ്ലെയിൻസ് അണ്ടർ ഉഡാൻ സ്കീം. ഉഡാൻ എന്ന് പറയുന്ന സ്കീമിന്റെ അണ്ടറിൽ ഞാൻ ഉഡാൻ സ്കീമിനെ കുറിച്ച് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഉഡേ ദേശ് കാ ആം നാഗരിക്. ആ സ്കീം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ ജേണി അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയുള്ള യാത്ര കൂടുതൽ ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കീമാണ്. അതുപോലെ ഇതൊരു കണക്ടിവിറ്റി സ്കീമും കൂടെയാണ്. എയർ വഴി എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യാനുള്ള ആ സ്കീമിന്റെ അണ്ടറിൽ സീപ്ലെയിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലമായി ആൻഡമാൻ മാറി. ആൻഡമാൻ സീപ്ലെയിൻസ്. പോളവാരം പ്രോജക്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പോളവാരം പ്രോജക്ട് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി റിവറിലാണ് വരുന്നത്. ഒരു സിംഗിൾ ഡേയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് പവർ ചെയ്തതിനുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അവർ വിൻ ചെയ്തു. പോളവാരം പ്രോജക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് entered the Guinness Book of World Record by pouring 32,100 cubic meters of concrete in a matter of 24 hours. 24 മണിക്കൂറിന്റെ ഇത്രയും
കോൺക്രീറ്റ് പവർ ചെയ്ത് വേൾഡ് റെക്കോർഡ് അവർ ക്രിയേറ്റ് ചെയ്തു. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, ചന്ദ്രബാബു നായിഡു. ഗവർണർ ESL നരസിംഹൻ. ക്യാപിറ്റൽ അമരാവതി. ശ്രീലങ്കയുടെ സെൻട്രൽ ബാങ്കിന്റെ പേരാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്കയാണ്. വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് WEF വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ 3rd ലാർജസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റ് ആവും ബൈ 2030. 2030 വേൾഡിലെ 3rd ലാർജസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റായി ഇന്ത്യ മാറും എന്നാണ് പറയുന്നത്. അത് പറയുന്നത് WEF. വി ആർ ഡിസ്പ്ലേസ്ഡ് ഒരു പുതിയ ബുക്കാണ്. മലാല എഴുതിയ പുതിയ ബുക്കാണ് വി ആർ ഡിസ്പ്ലേസ്ഡ്. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ മുഹമ്മദ് സല. SALAH മുഹമ്മദ് സല ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ. വേൾഡ് ഹിന്ദി ഡേ 10th ജനുവരിയാണ് വേൾഡ് ഹിന്ദി ഡേ. നാഷണൽ ഹിന്ദി ദിവസ് സെപ്റ്റംബർ 14 ആണ്. വേൾഡ് ഹിന്ദി ഡേ പിന്നീട് ഞാൻ പറഞ്ഞു 10th ജനുവരി. സെപ്റ്റംബർ 14 ആണ് നാഷണൽ ഹിന്ദി ദിവസ്. അടുത്ത സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൈനോറിറ്റീസിന്, മുസ്ലിംസ് ഒഴിച്ചുള്ള മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവർക്ക് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള സ്കീമാണ്. പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് നന്ദൻ നിലേക്കനി. ഡിജിറ്റൽ പേയ്മെന്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് നന്ദൻ നിലേക്കനി. RBI ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ്. RBI സ്റ്റാർട്ട് ചെയ്ത ദിവസം April 1st, 1935. ഇപ്പൊ നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്തു. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ എർണ സോൾബർഗ് ആണ്. എർണ സോൾബർഗ്. SOLBERG എർണ സോൾബർഗ്. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ. ഓസ്ലോ. കറൻസി ക്രോൺ. KRONE ക്രോൺ. വേൾഡ് ബാങ്കിന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP 7.3% ഗ്രോ ചെയ്യും ഈ വർഷം എന്നാണ്. ആസ് പെർ ദ ലേറ്റസ്റ്റ് പ്രൊഡിക്ഷൻ ഓഫ് വേൾഡ് ബാങ്ക്, ഇന്ത്യസ് GDP during the year 2018-19 will grow at the rate of -% എന്ന് വെച്ചാൽ 7.3% ആണ്. 7.3%. ഗ്ലോബൽ സോളാർ കൗൺസിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. സോളാർ എനർജി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ സോളാർ കൗൺസിൽ. അതിന്റെ ഹെഡ് ആവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ പ്രണവ് മേത്ത. ഫസ്റ്റ് ഇന്ത്യൻ ടു become the head of Global Solar Council. And headquarters Washington DC ആണ്. USA വാഷിംഗ്ടൺ DC ആണ്. ആഫ്രിക്കയിലെ ഫുട്ബോൾ ടൂർണമെന്റ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ ഹോസ്റ്റ് കൺട്രി ഈജിപ്റ്റ് ആണ്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് അതിന്റെ ഹോസ്റ്റ് കൺട്രി ഈജിപ്റ്റിന്റെ ക്യാപിറ്റൽ കെയ്റോ. കറൻസി ഈജിപ്ഷ്യൻ പൗണ്ട്. പിന്നെ ATP കപ്പ് എന്ന് പറഞ്ഞ ടെന്നീസിലെ പുതിയ ടൂർണമെന്റ്. ATP കപ്പ് ടെന്നീസിലെ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു കപ്പ് പുതുതായിട്ട് വരുന്നത്. ATP കപ്പ് 2020 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നടക്കാൻ പോകുന്ന സിറ്റികൾ സിഡ്നിയും ബ്രിസ്ബെയിനും ആണ്. ഇത് രണ്ടും ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും ബ്രിസ്ബെയിനിലും വെച്ചാണ് ATP കപ്പ് നടക്കാൻ പോകുന്നത്. 2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അടുത്ത ദിവസത്തെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 106th എഡിഷൻ ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞു. ജലന്ധർ ആണ്. ജലന്ധർ പഞ്ചാബിലാണ്. പിന്നീട് റൈസിന ഡയലോഗ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന ഒരു ഡയലോഗ് പ്രോസസ്സാണ് റൈസിന ഡയലോഗ്. അത് ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. റൈസിന ഡയലോഗ്. അതുപോലെ
ഇനി മുതൽ പ്രൈവറ്റ് FM ചാനൽസിനും ഓൾ ഇന്ത്യ റേഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂസ് അവർക്കും പിന്നീട് ഇനി മുതൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും കാലം പ്രൈവറ്റ് FM ചാനൽസിന് ന്യൂസ് ബുള്ളറ്റിൻസ് പറ്റൂലായിരുന്നു. FM ചാനൽസ് നമ്മൾ എപ്പോഴും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്നത്, ന്യൂസ് ഇല്ല. പക്ഷെ ഇനി മുതൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസ് അവർക്കും താല്പര്യമുള്ള അനുസരിച്ചെടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാം. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ സൂര്യപ്രകാശ് ആണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ സൂര്യപ്രകാശ്, CEO ശശിശേഖർ വെമ്പടി. പ്രസാർ ഭാരതി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റർ ആണ്. അതിന്റെ ചെയർമാൻ സൂര്യപ്രകാശും CEO ശശിശേഖർ വെമ്പട്ടി, VMPATI. ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് അവർ ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് മുംബൈയിൽ നടക്കുന്നു. ഫസ്റ്റ് അവർ ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് മുംബൈയിലാണ്. ഷെയ്ഖ് ഹസീന ഓൾറെഡി പറഞ്ഞാണ്, ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ, അവരുടെ പാർട്ടിയുടെ പേരാണ് അവാമി ലീഗ്, AWAMI, അവാമി ലീഗ് ആണ് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററായ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി. ക്യാപിറ്റൽ ധാക്ക, കറൻസി ടാക്ക. മലേഷ്യയിൽ പ്രസന്റ് ചെയ്ത കിങ്ങിന്റെ പേര് കിങ് മുഹമ്മദ് 5 എന്നാണ്. കിങ് മുഹമ്മദ് 5. സശസ്ത്ര സീമാബലിന്റെ പുതിയ ഡയറക്ടർ കുമാർ രാജേഷ് ചന്ദ്ര. സശസ്ത്ര സീമാബൽ SSB, ഇന്ത്യയുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് SSB, സശസ്ത്ര സീമാബൽ BAL. കുമാർ രാജേഷ് ചന്ദ്ര അതിന്റെ പുതിയ ഹെഡ്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP 7.2% ഗ്രോ ചെയ്യുന്നതാണ്. അവരാണ് ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയായ CSO പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ GDP 7.2% ഈ വർഷം ഗ്രോ ചെയ്യുന്നതാണ്. വേൾഡ് ബാങ്ക് പറഞ്ഞത് 7.3% ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തം GDPയെ നമ്മളുടെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. നമ്മളുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഡബിൾ ആയെന്ന് CSOയുടെ കണക്ക് പറയുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഡബിൾ ആയെന്നാണ്. ഇപ്പോഴത്തെ ഇന്ത്യക്കാരന്റെ പെർ ക്യാപിറ്റ ഇൻകം പഠിച്ചു വെച്ചേക്കണം, ₹1.25 lakhs. ഇത്ര ആയപ്പോഴത്തേക്ക് സെക്കൻഡ് വീക്കില് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് റിവ്യൂവും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ന്യൂസ് പേപ്പറുമായിട്ട് നാളെ കാണാം. താങ്ക് യു.